റാന്നിയിലെയും ആറന്മുളയിലെയും കാര്യം മാത്രം നോക്കിയാൽ പോരാ, തീരമേഖലയിൽ എന്ത് സംഭവിക്കുന്നു എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. വിഴിഞ്ഞത്തെ ബോട്ടപകടത്തിൽ മത്സ്യത്തൊഴിലാളി ജോണിനെ കാണാതായിട്ട് 5 ദിവസമാവുകയാണ്. തെരച്ചിൽ കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ച് ജോണിന്റെ കുടുംബം ഫിഷറീസ് ഓഫീസിലെത്തി. തെരച്ചിലുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അസിസ്റ്റന്റ് ഡയറക്ടറെ അറിയിക്കും. തെരച്ചിലിന് നേവിയുടെ സഹായം തേടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കോസ്റ്റൽ പോലീസ് നടത്തിയ തെരച്ചിലിൽ ശരിയായ രീതിയിലല്ലെന്നാണ് ജോണിന്റെ മകൻ പറയുന്നത്. എൻ്റെ പപ്പ ജോണിനെ കടലിൽ കാണാതായി. ഇന്ന് 5ാമത്തെ ദിവസമാണ്. ഈ 5 ദിവസവും എങ്ങനെയുള്ള സെർച്ചിങ്ങാണ് നടന്നത്? കടലിൽ കോസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞിട്ട് ഇവർ കുറച്ച് പേര് പോയി. ആദ്യ ദിവസം ഇവർ പോയിട്ട് കിട്ടിയില്ല. എന്തുകൊണ്ട് ഒരു ഫർദർ ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ സെർച്ച് നടത്തുന്നില്ല? ഒരാളായതുകൊണ്ടാണ്. ഒരാളുടെ ജീവന് വിലയില്ലേ? ഒരു ഫസ്റ്റ് ദിവസം ഹെലികോപ്റ്റർ ഇറക്കിയെന്ന് പറഞ്ഞു. ഹെലികോപ്റ്റർ എവിടം വരെ പോയെന്ന് നമ്മൾ കണ്ടതാണ്. പിന്നെ ഇന്നലെ അന്തരീക്ഷം നല്ല രീതിയിലാണ് കിടന്നത്. രാവിലെ മുഴുവനും ഇന്നലെ വള്ളവും കൊണ്ട് അവർ കടലിൽ കിടന്ന് സെർച്ച് നടത്തി. എന്നിട്ട് അവിടെ ഒന്നും കിട്ടിയില്ല. അതേസമയം നിങ്ങൾ മുകളിലൂടെ ഒന്ന് സെർച്ച് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിലോ? എന്തുകൊണ്ട് ആ രീതിയിലുള്ള സെർച്ച് ഒന്നും നടത്തുന്നില്ല? എന്ത് പാവപ്പെട്ടവരായോണ്ടാണോ അതോ കടലിൽ പണിയുന്നവരായോണ്ടാണോ? ഇതാണ് ജോണിന്റെ മകൻ ചോദിക്കുന്ന ചോദ്യം. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വാടകയ്ക്ക് ഒരു ഹെലികോപ്റ്റർ എടുത്തിട്ടിട്ടുണ്ട്. ആ ഹെലികോപ്റ്ററുമൊക്കെ ഈ തെരച്ചിലിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അത് ചാലക്കുടിയിലാണ് കിടക്കുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ആ ഹെലികോപ്റ്റർ പറക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ അത് കൂടുതൽ ഉപയോഗിക്കുകയല്ലേ വേണ്ടത്. സുനിഷ എല്ലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ എല്ലൂർ, ഇപ്പോൾ കാണാതായിരിക്കുന്ന ജോൺ എന്ന തൊഴിലാളിയുടെ മകന്റെ പ്രതികരണം അത് കുറച്ച് വൈകാരികമാണെങ്കിൽ കൂടി ആ പറയുന്നതിൽ കുറച്ച് കാര്യമില്ലേ എന്ന് നമ്മളും സംശയിക്കും. ഊർജിതമായ തെരച്ചിലല്ല അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇത് പറയലല്ലാതെ? കുടുംബം ഇപ്പോൾ കോസ്റ്റൽ ഗാർഡ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ അവിടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഈ വിഷയത്തെ ചൊല്ലി. എന്താണ് സംഭവിക്കുന്നത് സുനിഷ വിഴിഞ്ഞത്ത്? ഗുഡ് മോർണിംഗ്. അരുൺ, അതാണ് ഈ പറഞ്ഞതുപോലെ ജോണിനെ കാണാതായിട്ട് 5 ദിവസമായി. പക്ഷേ കൃത്യമായ ഒരു തിരച്ചിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് കുടുംബം ആദ്യഘട്ടം മുതൽ ആരോപിക്കുന്നത് പോലെ തന്നെയാണ്. മുന്നറിയിപ്പ് നൽകുന്നതിൽ തുടങ്ങിയ വീഴ്ച അത് പിന്നീട് തിരച്ചിലിനടക്കം ബാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അല്പസമയം മുമ്പ് ജോണിന്റെ മകൻ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഏത് രീതിയിലാണ് ഇവർക്ക് പരിഗണന നൽകുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫിഷറീസ് വകുപ്പിന്റെ ഈ ഓഫീസിന് മുന്നിൽ, ഫിഷറീസ് സ്റ്റേഷനിലെ മുന്നിൽ ഇങ്ങനെ ഈ കുടുംബത്തിന് വന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കൃത്യമായ ഒരു തിരച്ചിൽ നടത്തേണ്ടതുണ്ട്, ഊർജിതമായ ഒരു തിരച്ചിൽ വേണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. തുടക്കം മുതൽ തന്നെ ഇവർ പറഞ്ഞിരുന്നതാണ് ഈ 18 നോട്ടിക്കൽ മൈൽ ദൂരേക്ക് പോവുകയാണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ സഹായം കൂടി ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയിക്കണം. അതുകൊണ്ട് തന്നെ നേവി കൂടി ഈ തിരച്ചിലിന്റെ ഭാഗമാകണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും ഇവർ പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളെ കൂടി തിരച്ചിലിന്റെ ഭാഗമാക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ജോണിന്റെ മകളാണുള്ളത്. നമ്മുടെ ആവശ്യം നേവിയുടെ ഒരു തിരച്ചിൽ തന്നെയാണ്. തീർച്ചയായും നേവിയുടെ തിരച്ചിൽ തന്നെയാണ്. ഞങ്ങൾ മെമ്പറിനെയും ഞങ്ങളുടെ MLA-നെയും വിളിച്ചിട്ട് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ 5 കൂടുതലോ പേര് കടലിൻ്റെ അപകടത്തിൽപ്പെട്ടാൽ മാത്രമേ നേവിയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ ഇതിനകത്ത് ഇടപെടൂ എന്നുള്ളതാണ്. ഇത് 5 കൂടുതലോ പേരുടെ അല്ല, കടലിൽ ഓഖിക്ക് ശേഷം കടലിൽ ജീവൻ പൊലിഞ്ഞ പല ലക്ഷം ആൾക്കാരുടെ ഒരു അഭ്യർത്ഥന കൂടെയാണിത്. പല ലക്ഷം ആൾക്കാരുടെ ജീവൻ ഇതുപോലെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇനി നാളെ അപകടം വരും, മറ്റൊന്ന് അപകടം വരും. അത് നമുക്ക് നിർത്തിവെക്കാൻ പറ്റുന്ന ഒന്നല്ല. അപകടം വരും, പക്ഷെ അതിനുള്ള രക്ഷാപ്രവർത്തനം എവിടെ? മത്സ്യത്തൊഴിലാളികൾക്കുള്ള രക്ഷാപ്രവർത്തനം എവിടെ? മത്സ്യത്തൊഴിലാളികളെ എന്തിന് ഇത്രത്തോളം അവഹേളിക്കുന്നു? അത്രയും മാത്രം. അതാണ് ഞങ്ങളുടെ ചോദ്യം. എന്തിന് ഇത്രത്തോളം? അവരുടെ കയ്യിൽ നിങ്ങൾ ടാക്സ് വാങ്ങുന്നില്ലേ? അവരുടെ വള്ളം തുടങ്ങി, വല തുടങ്ങി, അവർ വാങ്ങുന്ന മത്സ്യം തുടങ്ങി, അല്ലെങ്കിൽ അവർ കഴിക്കുന്ന മത്സ്യം തുടങ്ങി എല്ലാത്തിനും നിങ്ങൾ ടാക്സ് വാങ്ങുന്നില്ലേ? അവർ സിറ്റിസൺസ് അല്ലേ? അതാണ് ഞങ്ങളുടെ ചോദ്യം. നമ്മൾ ADA കാണാനാണ് വന്നിട്ടുള്ളത്. ഒരു പ്രതീക്ഷയുണ്ടോ നിലവിൽ? ഇപ്പം ഒരു പ്രതീക്ഷയും ഇല്ല. കാരണം 9 മണിക്ക് എത്താമെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് സമയം അറിയാമല്ലോ, എത്ര മണിയായി? ഇതുവരെ ADA ഇവിടെ ഓഫീസിലെത്തിയിട്ടില്ല. ആൻഡ് മോർ ഓവർ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ഓഫീസേഴ്സ് പറയുന്നത് ഞങ്ങൾക്ക് ഇത്രയും സിസ്റ്റമേ ഉള്ളൂ. സിസ്റ്റം ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യയിൽ, ലോകത്തിലെ നമ്പർ 1 പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ ഇന്ന്. അത് മറന്നിട്ടാണ് പലപ്പോഴും പലരും പെരുമാറുന്നത്. അപ്പൊ ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിഫൻസും, എത്ര കോടി രൂപയാണ് ഡിഫൻസിന്റെ പേരിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ പേരിൽ നിങ്ങൾ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾ ഇടുന്നത്? അതിൽ എത്ര കോടി രൂപയാണ്, അല്ലെങ്കിൽ അതിൽ എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറെ ഫിഷറീസ് ബഡ്ജറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ ബഡ്ജറ്റൊക്കെ നിങ്ങൾ എവിടെ പോയി ആർക്ക് വേണ്ടി കൊടുക്കുന്നു? ഇത്രയും ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സിനെ വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. കടലിൽ ഒഴുക്ക് ഉണ്ടെന്ന് അവർ പറയുന്നു. ഈ ഒഴുക്കിന്റെ മീനിങ് എന്താണെന്ന് ഇവിടുത്തെ ഓഫീസേഴ്സിന് അറിയോ? കോസ്റ്റ് ഗാർഡിന് അറിയോ? ഇല്ല.
FIR എഴുതാൻ വേണ്ടിയിട്ട് മാത്രം, നേരത്തെ പറഞ്ഞ പോലെ FIR എഴുതാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഓഫീസ്. അതാണ് ഇപ്പോഴത്തെ കോസ്റ്റ് ഗാർഡ്. ഞങ്ങൾക്ക് വേണ്ടത് അതല്ല, ഞങ്ങൾക്ക് വേണ്ടത് സൊല്യൂഷൻ. ഇന്ന് തന്നെ ആ സൊല്യൂഷൻ കിട്ടുകയും ഇന്ന് 5 ദിവസം അതിന്റെ അച്ഛൻ ഇന്ന് കടലിൽ. അത് അധികാരികൾ ചെവി തുറന്ന് കേൾക്കുക തന്നെ വേണം. പ്രിയപ്പെട്ടവരെ, ഈ കടപ്പുറത്തൊക്കെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ആറന്മുളയിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന മനുഷ്യരെ നമ്മൾ സൈനികരാണ്, പോരാളികളാണെന്നൊക്കെ പറയും. ഈ മനുഷ്യരെ കടലിൽ സ്വന്തം ജീവൻ പണയം വെച്ച് അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാണാതായാലോ? ആർക്കും ഒരു പരിഭവമില്ല, ആർക്കും ഒരു ചർച്ചയുമാക്കണ്ട, ആർക്കും ഒരു ബിഗ് ബ്രേക്കിംഗ് വാർത്തയുമാക്കണ്ട. പക്ഷെ നമ്മളങ്ങനല്ല. മുതലപ്പുഴ മുതൽ തുടർച്ചയായിട്ട് നമ്മൾ ഈ കടലിൽ പോരാടുന്ന ഈ നമ്മുടെ യഥാർത്ഥ സൈന്യത്തിൻ്റെ അവസ്ഥകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. ഈ കുട്ടി പറയുന്നതിനകത്ത് കാര്യമുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ? 5ാമത്തെ ദിവസമാണ്, ഇതുവരെയും ജോണിനെ കുറിച്ചൊരു വിവരമില്ല. എവിടെ അന്വേഷിക്കണം ഈ കുടുംബം? എവിടെ അന്വേഷിക്കണം ഈ കുടുംബം? ഇവരും പോരാളികളാണ് സാർ. നമുക്ക് ഇടനാടുകളിലൊക്കെ വെള്ളം കയറുമ്പോൾ ഇവരുടെ വള്ളവുമായിട്ട് വന്നാണ് നമ്മളെ രക്ഷിച്ചു കൊണ്ട് പോകാറ്. പക്ഷെ അവർ ഒരു അപകടത്തിൽപ്പെടുമ്പോൾ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളൊരു മിനിമം ബാധ്യതയാണ്. അത് നമ്മൾ കാണിച്ചു മതിയാവും. അതുകൊണ്ട് ഈ ജോണിൻ്റെ കുടുംബത്തിന് പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും നമ്മൾ നൽകുന്നു. തീർച്ചയായിട്ടും ആ വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക് നമ്മൾ വരും അടുത്ത മണിക്കൂറുകൾ.